ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിയായി എളുപ്പത്തിൽ തനി നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന കോഴിക്കറിയാണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. വെൽക്കം ടു ദി വീഡിയോ. ചിക്കനിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാനായി 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേ അളവിൽ മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ വെളുത്തുള്ളി എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതും ചേർത്ത് അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 വലിയ പീസ് ഇഞ്ചിയും 1 കുടം വെളുത്തുള്ളിയും ചേർത്ത് ചതച്ചെടുക്കാം. 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഇതിന് ഇത്രയും ചിക്കൻ ആവശ്യമായിട്ടുള്ള ഉപ്പ്, പിന്നെ നമ്മൾ നേരത്തെ അരച്ച് തയ്യാറാക്കി വെച്ചിരുന്നതിൽ നിന്ന് കുറച്ച് ഭാഗം എടുത്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി കൈ കൊണ്ട് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 3 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഇതോടൊപ്പം ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊരു തക്കാളി മിക്സി ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം. സവാള ബ്രൗൺ ഷെയ്ഡായി തുടങ്ങി, നമുക്ക് തക്കാളി ചേർക്കാം. എല്ലാം നല്ല വെന്ത് മൂത്ത് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നല്ലതുപോലെ വരട്ടിയെടുത്തിട്ട് കുറച്ച് വെള്ളം, ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് ഗ്രേവി രൂപത്തിലാക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. തിളച്ച് കഴിയുമ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ച ശേഷം നമുക്ക് ഈ ഗ്രേവി കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഈ കുക്കറിലാണ് ഇനി നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലേക്ക് ഗ്രേവി ഒഴിച്ചു, ചിക്കൻ ഇട്ടു, വെൽ മിക്സ് ചെയ്തു. ഇനി നമുക്ക് അടച്ച് വേവിക്കാം. കുക്കറിൽ വെക്കുന്നതുകൊണ്ട് 1 വിസിൽ കേട്ട ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ തന്നെ എയർ കളഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ചിക്കൻ ഭയങ്കരമായിട്ട് വെന്തു പോകും. 1 വിസിൽ കേട്ട ഉടനെ ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പോൾ തന്നെ എയർ കളഞ്ഞെടുക്കുകയാണെങ്കിൽ ചിക്കൻ പാകത്തിന് വെന്ത് കിട്ടും. ലാസ്റ്റ് ഞാൻ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം. ഞാനിത് തേങ്ങാച്ചോറിൻ്റെ സൈഡ് ഡിഷായി തയ്യാറാക്കിയ ചിക്കൻ കറിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും സൈഡായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി ചിക്കൻ വാങ്ങുമ്പോൾ ഉറപ്പായിട്ട് ഈ നാടൻ രീതിയിലുള്ള ചിക്കൻ കറി തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എല്ലാം അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല റെസിപ്പി വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.